വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ രൂഢമൂലമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണത്തെക്കുറിച്ചാണ് ഇന്നത്തെ സൂചനയിൽ നമ്മൾ ശ്രമിച്ചത്. ഒരു വിശ്വാസിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗുണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹമെന്ന് പറയുന്നത്, മഹബ്ബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോടുള്ള സ്നേഹം അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, സലാസും മൻ കുന്ന വജദ ഹലാവത്തുൽ ഈമാൻ, സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ, ആ മൂന്ന് കാര്യങ്ങളിൽ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചു എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലയും മറ്റാരെക്കാളും അവന് പ്രിയപ്പെട്ടതായി മാറുക. അത് ഈമാനിൻ്റെ അടിസ്ഥാനമായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബ വഹുബ്ബ മൻ യുഹിബ്ബു, അല്ലാഹുവേ നിൻ്റെ ഇഷ്ടവും നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടവും ഞാൻ എന്ത് ചെയ്യുന്നു, നിന്നോട് ചോദിക്കുന്നു. അഥവാ അത് കേവലം നമ്മുടെ പ്രയത്നം കൊണ്ട് മാത്രം ചെയ്യില്ല, അള്ളാഹുവിനോടുള്ള ഒരു ഇഷ്ടക്കാരായിട്ട് നമ്മളാരും മാറുകയില്ല എന്നുള്ളതാണ്. പക്ഷേ അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് നമ്മുടെ ഈമാനിൻ്റെ അടിസ്ഥാനം. ആ ഒരു ഗുണം നമ്മളിൽ ഉണ്ടാകണം എന്ന് പറയുമ്പോഴും പഠിപ്പിക്കുമ്പോഴുമെല്ലാം അറിയാതെ അള്ളാഹു അല്ലാത്തവരോടുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ ഉയർന്നു വരുന്നതായിട്ട് അതാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റുള്ള ആളുകളെ ഇഷ്ടപ്പെടും, അവർ അള്ളാഹുവിനെ സമന്മാരാക്കി എന്നാണ് എന്ത് അള്ളാഹു പറയുന്നത്. അഥവാ അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞ് എന്നാൽ വേറൊരാളുടെ ഒരു അഭിപ്രായം, ഉപദേശം, അത് ഭാര്യയുടേതാകട്ടെ, ഭർത്താവിൻ്റെതാകട്ടെ, കുടുംബക്കാരുടേതാകട്ടെ, ജോലിയുടേതാകട്ടെ, അങ്ങനെ വരുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുക. അഥവാ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തേക്കാൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ ഉണ്ട്. എന്നാൽ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾ അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടമുള്ളവരായി എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളായി മാറിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മയും എന്ത് ചെയ്യും, ഇഷ്ടപ്പെടും. അള്ളാഹു ഇഷ്ടപ്പെടുക മാത്രമല്ല, ഇഷ്ടം എന്ത് ചെയ്യും, അള്ളാഹു പ്രഖ്യാപിക്കും. അതാണ് ഹദീസിൽ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാമെ അള്ളാഹു വിളിക്കും, എന്നിട്ട് പറയും, ഇന്ന അടിമയെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടുക. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെടും. ശേഷം എല്ലാ മലായിക്കത്തുകളോടും എന്ത് ചെയ്യും, ഇഷ്ടപ്പെടാൻ വേണ്ടി, ആ അടിമയെ, ആ മനുഷ്യനെ ഇഷ്ടപ്പെടാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം പറയുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട് അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു അടിമ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൻ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹഖ്, ആരെങ്കിലും എൻ്റെ വലിയനോട് ശത്രുത പ്രഖ്യാപിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ഹദീസിൻ്റെ ശേഷം അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതും അള്ളാഹുവിന് ഇഷ്ടം കരഗതമാകാനുമുള്ള കാരണമായി പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക, സുന്നത്തുകളിലൂടെ, നവാഫിലുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക, അതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. വ്യത്യസ്തങ്ങളായ ആളുകൾ, ശേഷം പറയുന്നത്, ഒരുപാട് ആളുകൾ ഇന്ന് ലോകത്ത് എന്തുണ്ട്, ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്, അങ്ങനെ പറയുന്ന അനേകമായിരം ആളുകളുണ്ട്. പക്ഷേ അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാം, ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു, നഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഹു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, അള്ളാഹുവിൻ്റെ ഏറ്റവും സ്വന്തക്കാരാണ്, ഇഷ്ടക്കാരാണ് എന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേവല അവകാശവാദം കൊണ്ട് എന്ത് ചെയ്യൂല, ഇഷ്ടക്കാരായി മാറുകയില്ല. നേരെ മറിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടുകയും അള്ളാഹു വെറുത്തത് വെറുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മഹബ്ബത്ത് വെക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. ശേഷം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അള്ളാഹുവിൽ നിന്ന് മാത്രം ഭയപ്പെടുക, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾക്ക് കീയൊതുങ്ങി ജീവിക്കുക എന്നതൊക്കെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അതല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പ്രത്യേകതകൾ. ശേഷമായി തോന്നുന്നു, നിങ്ങൾ
നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ പിൻപറ്റുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും എന്നുള്ള പരിശുദ്ധ ഖുർആൻ്റെ ആയത്ത് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്നതാകും. പിന്നെ കുറച്ച് ഇബാദത്തുകൾ എണ്ണിയതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒന്ന്, സുന്നത്തുകൾ കൊണ്ട് ഫർള് നമസ്കാരങ്ങൾക്ക് പുറകെ ഫർളിൻ്റെ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തുകൾ കൊണ്ട് എന്ത് ചെയ്യാം, അള്ളാഹുവിലേക്ക് അടുക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. എല്ലാ ദിവസവും കൃത്യമായി പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നിർവഹിച്ചു പോകുന്നവരാവുക. ഖബ്ബാബ് റളിയല്ലാഹുവിൻ്റെ ഹദീസ് കൂടി സൂചിപ്പിച്ചു. ഖബ്ബാബ് റളിയല്ലാഹു എന്ന് പറഞ്ഞു, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തേക്കാൾ മറ്റൊരു അമലുമില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണെന്ന് ദിക്റുകൾ വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖൽ മുഫരീദുകൾ എന്ത് ചെയ്തു, മുന്നേറിയിരിക്കുന്നു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ആരാണ് മുഫരീദീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ അവിടുന്ന് പറഞ്ഞത്, അവർ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ദിക്ർ ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരുമാകുന്നു. അതേപോലെ തന്നെ ശേഷം സ്വതക്കകൾ, സക്കാത്തുകൾ, ആ രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ സൽക്കർമ്മങ്ങൾ, ദിക്റുകളും ദുആകളും നിസ്കാരങ്ങളുമൊക്കെയായി അങ്ങനെയുള്ള കർമ്മങ്ങളുമായി മുന്നേറി അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷകൾ അർപ്പിച്ച് അള്ളാഹു വെറുത്തത് വെറുത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട് അങ്ങനെയുള്ള ആളുകളായി ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിനോട് സ്നേഹമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ള ആളുകളായി മാറുക. അങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്. അതിലൂടെയാണ് അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, ഈമാനുള്ള ആളുകളായി മാറാൻ സാധിക്കും. അതുപോലെ തന്നെ എണ്ണിയ മറ്റൊരു കാര്യമാണ് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രാധാന്യവും അതിലേക്ക് എത്തിക്കുന്ന വഴിയും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും. ആ സ്നേഹരൂഢം മൂലമായാൽ ഔലിയാക്കളുടെ പദവിയിലേക്ക് വരെ എത്തും ഇൻഷാ അല്ലാഹ്. ഇതിലൂടെ ശേഖ അവസാനം ഉദ്ദേശിച്ചത് എന്തായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും എന്തായിട്ടുണ്ടാവും, വ്യക്തമായിട്ടുണ്ടാകും ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും.